കണ്ടീഷനിൽ 600 രൂപയ്ക്കാണ് ഞാൻ ഐഫോൺ 7 പ്ലസ്. ഡിസ്പ്ലേ ഗ്ലാസ്സൊക്കെ പൊട്ടലുണ്ട്. ഡിസ്പ്ലേ ലോക്കൊക്കെ മാറും. ലോക്ക് മാറ്റി ഗൈസ്. അങ്ങനെ നമ്മുടെ ഷോപ്പിൽ ഇന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബറാണ്. എന്നെ ഫോൺ വിളിച്ചിട്ട് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഷോപ്പ് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അതിഥിയെ കൊണ്ടുവരാമെന്ന്. അല്ലേ, അതിഥിയെ ഞാൻ കൊണ്ടുവരാമെന്ന്. അപ്പോൾ എന്നിട്ട് ആക്കിയതാണ്. അങ്ങനെ രണ്ട് അതിഥിയെ കൊണ്ടുവന്നിട്ടുണ്ടേ. ഇത് ലോക്കൊക്കെ മാറുമല്ലോ, ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ഉപയോഗിക്കാൻ പറ്റും. നല്ല ഫോൺ, 60 റാം. ഇയാൾ നോക്ക് 128 ഉണ്ട്. 4G സെറ്റ്. 4G സെറ്റ്. ഇത് ഇന്ന് രാവിലെ ഉപയോഗിച്ചാ? ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഡിസ്പ്ലേയിൽ ചെറിയൊരു ഡോട്ട് വീണ്. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് എന്തിനാണെന്ന് ചുരണ്ടി ഇളക്കാൻ നോക്കിയതാണ്. അത് പെട്ടെന്ന് അങ്ങ് വലുതായി പോയി. കൊണ്ട് നീളത്തിന് അങ്ങ് കയറി അങ്ങ് മുകളിലോട്ട് അങ്ങ് പൊക്കളഞ്ഞു. ഗൈസ്, ഈ ഒരു കണ്ടീഷനിൽ ഇത് മോഡൽ ഏത്? M31 60 റാമിൽ 128. ക്യാമറ ക്വാളിറ്റി ഒക്കെ ഉണ്ടോ? ഡിസ്പ്ലേ മാറ്റിയ സാധനമാണ് അല്ലേ? ഓൾറെഡി ഡിസ്പ്ലേ മാറ്റിയതാണ്. ചെറിയൊരു ഡോട്ട് ഇന്നലെ രാത്രി വന്നതാണ്. ഇത്രയും വലിയൊരു സംഭവമാക്കി പ്രസ് ചെയ്ത് കുത്തിക്കൊണ്ട് ഈ അവസ്ഥയിലാക്കി. ഗൈസ്, ഈ ഒരു സെറ്റിന് എത്ര രൂപ കൊടുക്കാം? നിനക്ക് എത്ര രൂപ വേണം? ഒരു എമൗണ്ട് പറയാം. ഞാൻ പറയാനല്ലേ, വീട്ടിൽ ഞാൻ ചവിട്ടി താത്ത എടുക്കുള്ളൂ. നീ പറ. 1200 രൂപ. ഗൈസ്, ഞാൻ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടില്ല. 1200 രൂപയാണ് പുള്ളി കേട്ടത്. ഞാൻ അത്ര ഒന്നും ഞാൻ പറയൂല. ഞാൻ ഒരു 600 രൂപ ന്യായമായ പ്രൈസ്. ബോർഡിൻ്റെ വില 600 രൂപ ഞാൻ പറയും. ഇനി നിങ്ങൾ എത്ര പറയുന്നത് ഞാൻ നോക്കട്ടെ. 1200 രൂപ വേണം പുള്ളിക്ക്. എനിക്ക് ഞാൻ പറയുന്നത് 600 രൂപ പോലെ എന്ന് ഞാൻ ചോദിക്കും. ഇനി നിങ്ങൾ എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റുമല്ലോ, പക്കറ്റ് ഉപയോഗിക്കാനൊക്കെ പറ്റുമല്ലോ. ഈ കണ്ടീഷനിൽ ഉപയോഗിക്കാം. പിന്നെ ബ്ലാക്ക് ആണ്, കൂടുതലിട്ട് പ്രസ് ചെയ്താൽ അത് ഡിസ്പ്ലേ മാറ്റി ഇനി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. ഡിസ്പ്ലേക്ക് തന്നെ നല്ല ഡിസ്പ്ലേ മാറ്റാൻ പോകണമെങ്കിൽ 2400 രൂപ ചാർജ് വരും. 1200 രൂപയ്ക്ക് ഉണ്ട് ഡിസ്പ്ലേ. നല്ല ഡിസ്പ്ലേ പറഞ്ഞാൽ 2400 രൂപ ചാർജ് വരും. പിന്നെ എക്സ്പെൻസ് അതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആകും. 4G സെറ്റാണ്. ഒന്ന് അറിഞ്ഞ് കൊടുക്കാം. എന്ത് നമുക്ക് ഇത് കൊണ്ടുവന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല വില കുറച്ച് കൊടുക്കുന്നല്ലേ പറഞ്ഞാൽ. അതാണ് നമ്മൾ സബ്സ്ക്രൈബർ. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബറിന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു ഫോൺ കൊടുക്കുക. അതാണ് പുള്ളിയുടെ ഉദ്ദേശമായിരുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു. അപ്പോൾ പുള്ളി വന്നിട്ടുണ്ടല്ലോ, ഒരാളെങ്കിൽ ഒരു ഫോൺ കൊണ്ടുവന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു iPhone 7 ഉണ്ട് കേട്ടോ. 7 നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ തന്നെയാണ് ഇത് കൊണ്ട് തന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഓണാവും, സെറ്റൊക്കെ ഓണാവും. ബാറ്ററി കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാണ് എൻ്റെ തന്നത് സാധനം. പക്ഷേ ഇതുവരെയും ഞാൻ ഒരു ബാറ്ററി ഇട്ട് നോക്കിയിട്ട് സെറ്റ് ഓണൊന്നും ആവുന്നില്ല. പിന്നെ ബാറ്ററി വേറെ ബാറ്ററി കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോഴും ബാറ്ററി സെറ്റ് ഓണാവുന്നില്ല. ഈ കണ്ടീഷനിൽ ഗൈസ് ഈ കണ്ടീഷനിലാണ് ഒരു 600 രൂപ. ഈ കണ്ടീഷനിൽ 600 രൂപയ്ക്കാണ് ഞാൻ iPhone 7 പ്ലസ്. ഡിസ്പ്ലേ ഗ്ലാസ്സൊക്കെ പൊട്ടലുണ്ട്. ഡിസ്പ്ലേ ഒക്കെ പക്ക വർക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പുള്ളി പറഞ്ഞ ഡിസ്പ്ലേ എല്ലാം പക്ക വർക്കിംഗ് ആണ്. ബാറ്ററിയാണ് കംപ്ലൈൻറ്റ് എന്നാണ് പറഞ്ഞത്. ഈ ഒരു കണ്ടീഷനിലാണ് വിത്ത് പൗച്ചും കൂടെ ഉണ്ട്. ഈ ഒരു കണ്ടീഷനിൽ ഗൈസ് 600 രൂപ ഞാൻ പറഞ്ഞു. ഇനി അവരെത്ര പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞത് 600, ഇത് ഞാൻ 600 രൂപ പറഞ്ഞു. പുള്ളി 1200 രൂപയാണ് ചോദിക്കുന്നത്. ഗൈസ്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണിത്. ഇത് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഡിസ്പ്ലേ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കാം, സൂപ്പറായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ വെച്ച് തന്നെ ഉപയോഗിക്കാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഇത് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിപ്പോൾ ചടപടാങ്ക് തീരും, സാധനം പറവറാങ്ക് പോകും ഗൈസ്. അപ്പോൾ ഓക്കെ ആണല്ലോ. ഒരു 1200 പുള്ളി ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ അയച്ചു തരും. ഇല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയും ചെയ്യും. അപ്പം നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം. ബൈ. ഒരു ഹായ് എടുത്തോ. ഹായ്.